എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ. നമുക്കിവിടെ സുഖമാണ് കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി കേട്ടോ. കാരണം പെട്ടെന്ന് വന്നോളി. കാരണം നമ്മൾ വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കാൻ പോകണം, ഒരു ഐറ്റംസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് നോക്കി നമ്മൾക്ക് കാണാമല്ലോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. എരിവുള്ളതും രണ്ടും കൂടെ ഇടുന്നുണ്ട്. കാശ്മീരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിക്കട്ടെ കേട്ടോ. നല്ലോണം ഒരു കൊയമ്പ് രൂപത്തിൽ നമുക്കൊരു മസാല തയ്യാറാക്കാം. ആദ്യം പച്ച നാരങ്ങ പച്ച ആയത് കൊണ്ടിട്ട് നീര് കുറവാണ്. എന്നിട്ട് നമുക്ക് ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്നത് നല്ലോണം ഒരു മസാല കൂട്ടാക്കിയിട്ട് വെക്കാം. കുറച്ചും കൂടെ സുറുക്കൻ്റെ നീര് ഒഴിക്കട്ടെ കേട്ടോ. ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഒരു മുഴുവൻ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി വെക്കട്ടോ. 1 മണിക്കൂർ ഫ്രിഡ്ജിലങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് നല്ല എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ അതിനെ കൊണ്ട് എന്താ വിചാരിക്കുന്നത് അതേപോലെ ചെയ്യാം. ശിവായോ ഏത് കോലത്തിൽ വേണമെങ്കിലും ഈ കോയിനെ ഞാനിപ്പോൾ ആക്കിയെടുക്കാം. ഷവായി വാങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാം. അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അഭിപ്രായം എല്ലാവർക്കും പറയാമല്ലോ. അപ്പം ഞാനും ഒരു അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളേ. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവില്ല, കഴുകൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ അത് 1 മണിക്കൂർ ഇവിടെ എടുക്കട്ടെ ഈ കോഴി കേട്ടോ. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണേ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വരാം. കണ്ടില്ല കോഴിൻ്റെ കോല് നോക്കിക്കോളി. ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നല്ല ഉഷാറായിട്ടുണ്ട്. തണുത്ത് വിറച്ച് കെടുക്കുകയാണ് കേട്ടോ ഐസിലിങ്ങനെ. അപ്പോൾ ഞാൻ ഒറ്റ വിസിൽ നമുക്കിത് വേവിച്ചെടുക്കണം. എന്നാലേ ഇതിപ്പോൾ ഇത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പിന്നെ കുക്കറിലേക്ക് ഇടട്ടെ കേട്ടോ. ഇങ്ങനെ കട്ടാക്കിയിട്ടാണ് കേട്ടോ അവിടെ നിന്നുള്ളത്. ഒരു സവാള മതി കേട്ടോ, കൂടുതൽ വേണ്ട. നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇട്ടിട്ട് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ചിക്കനിൽ ഉപ്പുണ്ടോയെന്ന് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ അതാ 2 കാലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കാലും ഒന്നായിട്ട് കൂട്ടിക്കെട്ടിക്കളഞ്ഞ് ഇനി നമുക്ക് എന്താക്കാം, ഇതിൽ അങ്ങ് വെച്ചിട്ട് ഒരു വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എന്താണെന്നറിയോ, കണ്ടോളി കേട്ടോ. ഇത് അനാറില്ല, അനാറിൻ്റെ ഉണങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല പുളിയുള്ള അനാറാണ്. അപ്പോൾ ഞാൻ ചെറുനാരങ്ങക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് തക്കാളി ഇടാത്തതുകൊണ്ട് ഞാൻ ഇത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ്, അത് പുളിയുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് ആദ്യം പുരട്ടി വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അതിലുള്ള വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ തീരെ വെള്ളം വെക്കുന്നില്ല കേട്ടോ. അത് നോക്കണം. ആ ഉള്ളി ആ ചിക്കനിൽ വരുന്ന വെള്ളം മാത്രം മതി കേട്ടോ. അല്ലാണ്ട് വെള്ളം വെക്കുകയോ ചെയ്യരുത്. ഒറ്റ വിസിൽ, നല്ല തീയിൽ ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ അതാ ഒറ്റ വിസിലടിച്ച് വരട്ടെ കേട്ടോ കുക്കറിൽ. നമ്മൾ ചിക്കൻ തുറക്കാൻ പോവാണ് കേട്ടോ. ഇതാ മാഷാഅല്ലാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ കേട്ടോ. ചിക്കൻ അപ്പോൾ ഇല്ലേ, ചിക്കൻ്റെ കാല് ഞാൻ കോർത്ത് വെച്ചതാണേ. അപ്പോൾ വികൃതി കളിച്ച് കുക്കറിൻ്റെ അകത്തുനിന്ന് കാലൊക്കെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. എന്ത് വികൃതി കുട്ടനാണ്. അപ്പോൾ ഇതിൽ തീരെ ഗ്രേവി ഇല്ല കേട്ടോ. അത് നോക്കി, ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വറ്റിയൊക്കെ വെന്തതാണ്. ഞാൻ തീരെ വെള്ളം വെച്ചിട്ടുണ്ടായില്ല കേട്ടോ.
അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്ച്ചോറ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലൊരു ഷവായി പോലെ ഒരു ചിക്കൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാനൊന്ന് മുറിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സ്പൂണോട് മുറിച്ചത്. അടിപൊളിയായി നല്ല വെന്ത്. അപ്പോൾ ഇതാ നല്ല വെന്തിട്ട് ഒരു വിസലുമ്മലാണ് കേട്ടോ വെന്ത്. ഇതാ ചിക്കൻ്റെ കാലൊക്കെ വേറെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരയ്ക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യണോ, ഷെയർ ചെയ്യണോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് കുടുംബക്കാർക്കും കൂട്ടക്കാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവരോടൊക്കെ ഒന്ന് കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. എല്ലാവരും ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ, എന്താ പറയുക, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ.